റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ ഒരിക്കലും മുഅ്മിനീങ്ങളാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു, നിങ്ങൾ ഒരിക്കലും പരസ്പരം സ്നേഹിക്കുന്നത് വരെ മുഅ്മിനീങ്ങളാവുകയില്ല. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബബ്തും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതാണ്. അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം നിങ്ങൾ വ്യാപിപ്പിക്കുക. സലാം പറയാനല്ല, അഫ്ഷു സലാം, സലാം വ്യാപിപ്പിക്കണം. അഫ്ഷു സലാം, സലാം വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോഴെല്ലാം സലാം പറയുക, നിനക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയുക. ഒരാളെ സലാം പറഞ്ഞ് സംസാരിച്ച അയാളുമായി പിരിഞ്ഞു, ഒരു മറയുടെ അപ്പുറത്ത് നീ പോയി തിരിച്ചു വന്ന് വീണ്ടും ആൾക്കാരെ വീണ്ടും സലാം പറയുക. ഇതാണ് ഇഫ്ഷാ ഉസ്സലാം, സലാം വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പിന്നെ സലാം നിർത്തുന്നതല്ല സലാം എന്ന് പറയുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പറഞ്ഞു, ചിലപ്പോൾ അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങും, ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം പോകും. ഒരു സാധനവും വാങ്ങാതെ അദ്ദേഹം അങ്ങാടിയിൽ പോയി തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരും. ഞങ്ങൾ അദ്ദേഹത്തോട്, എന്തിനാണ് നിങ്ങൾ അങ്ങാടിയിലേക്ക് വെറുതെ പോയി വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന സലാം പറയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്, കാണുന്നവരോട് സലാം പറയുക എന്ന ഉദ്ദേശത്തിൽ മാത്രം അവർ അങ്ങാടികളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറുണ്ടായിരുന്നു, വീടുകളിൽ നിന്ന് പുറത്തേക്ക് അങ്ങാടികളിലേക്ക് ഇറങ്ങാറുണ്ടായിരുന്നു.